ഹലോ ഓൾ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമുണ്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ, അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ മുടി വളരാനും താരം പോകാനും ഒക്കെ എത്ര എണ്ണയാണല്ലേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളിത് കണ്ടിട്ട് ഒരു കഷ്ടപ്പാട് പോലെ ഇത് ഉണ്ടാക്കണല്ലോ എന്ന് വെച്ചുണ്ടാക്കാതെ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എണ്ണയാണിത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തേക്കുന്നത് ഏത് എണ്ണയാണോ അതിലേക്ക് ഈ ഒരു ഞാൻ പറയുന്ന സാധനങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് മൈലാഞ്ചിന്റെ ഇലയാണ് കേട്ടോ. ഇപ്പൊ മൈലാഞ്ചിന്റെ ഇലയൊന്നും അങ്ങനെ കിട്ടാനില്ല. പണ്ടാണെങ്കിൽ നമ്മൾ ഇത് മരത്തിൽ കാണുമ്പോഴേക്ക് നമ്മൾ പറിച്ച് കയ്യിൽ അരച്ചിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ സംഭവം കിട്ടാനും ഇല്ല. അതുപോലെ എവിടെയെങ്കിലും മരം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിറയെ ഇലകൾ ഉണ്ടാവും. കാരണം ആർക്കും ഒരു ഇല നിൽക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തിന്റെ തളിരിലയും അതുപോലെ തന്നെ പൂവും. നമ്മൾ ഈ ഒരു തളിരില ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പൂവൊക്കെ ഇടുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഒരു എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കാച്ചി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ വേണ്ടത് ഈ ഒരു പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസീന്റെ ഇലയും. തുളസീന്റെ ഇല കുറച്ചും കൂടെ, കൃഷ്ണ തുളസി ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സാധനമാണ് കറിവേപ്പില. കറിവേപ്പില പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവൂലേ. അപ്പൊ മൈലാഞ്ചിയുടെ ഇല, കറിവേപ്പില, ആര്യവേപ്പില, ചെമ്പരത്തിന്റെ പൂവും ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്ക, കൃഷ്ണ തുളസി. അതിനുശേഷം നമ്മളിതാ ചട്ടി ചൂടാക്കുക, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ദെൻ വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം ഇതുപോലെ ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് നമ്മൾ സിമ്മിൽ ഇടണം. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഓയിലും അതുപോലെ തന്നെ ഈ ഇലകളും ഒക്കെ എടുത്തത് എനിക്കൊരു 1 മന്തിലേക്കുള്ള ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരു ബോട്ടിൽ തന്നെ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും. നിങ്ങളൊരു 15 ദിവസത്തിനേക്കൊക്കെ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കണക്കാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയും അത്രത്തോളം ഏത് ഇല എടുക്കുകയാണെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രം എടുക്കുക. ഒരുപാട് ഇല ഇടുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കൊഴുപ്പ് കൂടും, വെളിച്ചെണ്ണയുടെ കൊഴുപ്പ് കൂടും. അപ്പൊ അതിനേക്കാൾ ബെറ്റർ ആവശ്യത്തിന് നിങ്ങൾക്കൊരു ക്വാണ്ടിറ്റി തോന്നില്ല. ഞാൻ ഈ എടുത്തതിന്റെ പകുതി എടുത്താൽ. പിന്നെ ചില ആൾക്കാരൊക്കെ ഓയിലൊക്കെ ഇതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അലോവേര യൂസ് ചെയ്യും. അലോവേര ഇടാറുണ്ട്. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ അലോവേര ഉണ്ടെങ്കിൽ കൂടെ ഞാൻ വെളിച്ചെണ്ണയിൽ അലോവേര ഇടില്ല. കാരണം പെട്ടെന്ന് കൊഴുപ്പ് കൂടിയിട്ട് വെളിച്ചെണ്ണ കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ സമയത്ത് അലോവേര ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് തവണ വെളിച്ചെണ്ണ കേട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അലോവേര യൂസ് ചെയ്യലില്ല. അല്ലാതെ അരച്ചിട്ട് തലയിൽ ഉപയോഗിക്കും. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടുന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഈ ഒരു എണ്ണ കാച്ചിയത്. വെളിച്ചെണ്ണ കാച്ചിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് ബോട്ടിലേക്ക് മാറ്റുക. നമ്മളിത് ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ചണ്ടിയിൽ ഈ ഒരു വേസ്റ്റിൽ തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാവും. അതെടുത്തിട്ട് നമുക്ക് കുറേ ദിവസം തലയിൽ തേക്കാൻ മാത്രമേ ഉണ്ടാവും. അപ്പം അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കുപ്പിയിലുള്ള വെളിച്ചെണ്ണ കിട്ടാം. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഈ ഒരു എണ്ണ ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.